നേരത്തെ ഡസ്റ്റ്ബിൻ കെട്ടുമ്പോൾ നമ്മൾ MFലോട്ട് കൂടെ പൈസ കളക്ട് ചെയ്തു. നമ്മൾ വെച്ചിട്ട് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പൈസ കളക്ട് ചെയ്ത സ്ഥിതിക്ക് അവർക്കുള്ള നെറ്റ് വേസ്റ്റ് അവകാശമുണ്ട്. അപ്പോൾ നാളെ അവരത് പറയും നമ്മൾ മാത്രം ജൂണിൽ മഴ തുടങ്ങുമ്പോൾ അവർ വീണ്ടും അടിക്കൊണ്ടിരിക്കും. നമ്മൾ ദോഷമില്ല. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഇതിനെ കൊണ്ടുവരാൻ നമ്മുടെ ആവശ്യമില്ല. അങ്ങനെ അവർ നമ്മളെ സമീപിച്ച് അവർ അവർ കാശ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽസിനെ അവർ കോർപ്പറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അസോസിയേഷൻ വഴിയെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവർ പൈസ മുടക്കി ഓരോരുത്തരും പോയി കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് നമ്മൾ അതിലേക്ക് മാത്രമല്ല ഇതിനെ തുടർന്ന് ഇപ്പം ഇതിനകത്ത് പൈപ്പ് കമ്പോസ്റ്റിംഗിന് വേണ്ടുന്ന ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ തന്നെ ഓരോ വീടിൻ്റെയും നമ്പർ വെച്ച് സ്റ്റിക്കർ, ഇത്രയും കാര്യം കൂടെ നമ്മൾ ഇതിന് പുറമേ ശരിക്കും അതിൻ്റെ പൈസയും കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഇപ്പോൾ കണക്ക് അതും കൂടെ ചേർത്തായിരിക്കും ഫൈനൽ കാര്യം തരുന്നത്. സ്റ്റിക്കർ അതുകൂടെ ഈ പൈപ്പ് കമ്പോസ്റ്റിന്റെ ശരിക്കുള്ള വർക്കിംഗ് ഇത് അത് നേരത്തെ ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇതിപ്പോ രഘുനാഥൻ നായർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിരുന്നു. കോർപ്പറേഷനിൽ നിന്ന് അവര് ക്ലാസ് എടുത്തോണ്ട് ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്ത് കാണിച്ചെങ്കിലല്ലേ ഇത് അറിയാൻ പറ്റും. സംഭവം വളരെ സിമ്പിളാണ്. കാരണം വെച്ചാൽ ഈ പേപ്പർ പിണ്ണാക്ക് ബ്ലീച്ചിങ് പൗഡർ പേപ്പർ പിണ്ണാക്ക് ഇട്ടിട്ട് നമ്മള് പക്ക ഈ പിന്നെ നമ്മുടെ എന്താ പറയാ ഫിഷിന്റെ വേസ്റ്റ്, ചിക്കന്റെ വേസ്റ്റ്, അതുപോലെ തന്നെ പച്ചക്കറി ബയോളജിക്കൽ വേസ്റ്റ് മാത്രമേ ഇടാവൂ. അതിനകത്ത് ഒരു ചെറിയ പേപ്പർ വന്നാൽ തന്നെ ബുദ്ധിമുട്ടാവും. മെറ്റീരിയൽസ് ഇടാവും. അത് പുള്ളി പറഞ്ഞിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇട്ട് കാണിച്ചിരുന്ന കാര്യമില്ല. അത് നമ്മള് എത്ര കാലം കൊണ്ട് ഇത് ലീക്ക് ആവുമെന്ന് അറിയണ്ടേ? അല്ല, അത് തന്നെ പുള്ളി പറഞ്ഞില്ല. അവർ 70 days ആണ് പറയുന്നത്. ഇത് തന്നെയാണ് മുമ്പ് നമ്മളെ വിളിച്ച് അവിടെ കോർപ്പറേഷനിൽ എത്തിയിട്ട് ഈ കുടുംബശ്രീക്കാർ വന്ന് നിങ്ങളെ വീട്ടിൽ നിന്നുള്ള എല്ലാം എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞ് എല്ലാം ചെയ്ത് അത് അവര് തന്നെ. അല്ല, ഇത് പക്ഷേ ഇത് നമ്മൾ നേരിട്ട് ചെയ്യുന്നതല്ലേ. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്യാം. ഈ നോൺ ബയോളജിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ എന്തെങ്കിലും സജ്ജീകരണം കോർപ്പറേഷന്റെ പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് വരുന്ന പ്ലാസ്റ്റിക് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ടാറിങ്ങിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ അപ്പൊ അത്തരത്തിലുള്ള സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഒരു പ്രത്യേക ദിവസം കുടുംബശ്രീക്കാരോ മറ്റോ വന്ന് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്.